ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു Ashbicreations. ഇന്ന് നമ്മളൊരു സാരി ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു റെഡ് കളറിലെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഈ ഒരു കട്ട് ബീഡ്സ് ഞാൻ ഓപ്ഷണലായിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് കട്ട് ബീഡ്സ് ആണ് കേട്ടോ, ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ്. അപ്പോൾ ഈ ഒരു 2 ബീഡ്സ് മാത്രം മതി നമുക്ക് ഈ ഒരു സാരി ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ 2 പാക്കറ്റ് ബീഡ്സ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഒരു സാരി ഡിസൈൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളുടെ സാരിയുടെ ബോർഡർ ഭാഗമാണ് വരച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ എന്താ പറയുക, ഈ ഒരു ഫ്രെയിമിലേക്ക് ഇപ്പം മെറ്റീരിയൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സാരിയുടെ ബോർഡർ അന്നേരം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സാരിയുടെ ബോർഡർ നമുക്ക് നമ്മൾ മെറ്റീരിയൽ മുറിച്ച് വാങ്ങിക്കുമ്പോൾ എവിടെയാണ് വരുന്നത്, ഇതാ ഈ ഒരു നല്ല വശത്തില്ലേ, നല്ല വശം ആ ഒരു ഭാഗത്താണ് നമുക്ക് ബോർഡറായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് മാറ്റിയിട്ട് പിന്നെ ആ ഒരു ഭാഗത്ത് നമുക്ക് ലൈൻ വരച്ചിട്ട്, അതായത് അവിടെ ബീഡ്സ് വർക്കാണ് വരുന്നത്. അപ്പോൾ ആ ബീഡ്സ് വർക്ക് ഇതേപോലെ ലൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ബോർഡറായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് മെറ്റീരിയലിലേക്ക് ഒന്ന് വരച്ച് കൊടുത്തിരിക്കുകയാണ് ബോർഡർ ലൈന്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ചെയ്യണതെന്നും വരയ്ക്കുന്നതെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ബോർഡർ ലൈൻ വരച്ച് കൊടുത്തു. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ ഡിസൈനാണ് വരച്ച് കൊടുക്കേണ്ടത്. ജസ്റ്റ് 2 ലീഫും ഒരു ചെറിയൊരു സ്റ്റെമ്മും ഒരു കുഞ്ഞു ഫ്ലവറിനുള്ള ഒരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും താഴേക്ക് ഒരു സ്റ്റെമ്മും 2 ഫ്ലവറും വരച്ച് കൊടുത്തു. ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ലീഫും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം വരുമ്പോഴും ഇതേപോലെ തന്നെ ഒരു റൗണ്ട്, അതായത് ഫ്ലവർ വരുന്ന ഭാഗമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുക. ഇച്ചിരി വളച്ചിട്ടൊക്കെ അത് വരച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ചെസ്റ്റിൻ്റെ പോർഷനായിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് കണ്ടല്ലോ, ഈ ഒരു പിക്കിനകത്ത് കണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ഇത്രയും ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഈസി ആയിട്ട് വരയ്ക്കാനും പറ്റും, അതേപോലെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റിയ ഒരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ബോർഡർ ലൈൻ വരച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഈ ഒരു ലീഫും സ്റ്റെമ്മും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബോർഡർ അറ്റം ഒന്ന് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോവാം, ഓരോ ബീഡ്സ് ആയിട്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ബീഡ് ഫിക്സ് ചെയ്തു, അടുത്ത ബീഡ് ബാക്ക് സ്റ്റിച്ച് രീതിയിലായിട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഇവിടെ ഞാനിപ്പോൾ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്തോട്ട് തന്നെ നീക്കിയിട്ട് ഒരു ബീഡും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ കംപ്ലീറ്റ് ആക്കി നമുക്ക് ആ ഒരു ബോർഡർ ലൈൻ കംപ്ലീറ്റ് ആക്കി കൊടുക്കണം. ഒരു ലൈൻ മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മൾ 2 ലൈൻ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ 2 ലൈൻ കട്ട് ബീഡ്സ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു സാരിക്ക് ഒരു ഭംഗിയായിട്ട് തോന്നുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സ്കാലപ്പ് രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതേപോലെ 2 കട്ട് ബീഡ്സ് വെച്ചിട്ട് 2 ലെയറാക്കി നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എൻക്വയറിക്ക് ഈ ഒരു നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓൺലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരി വർക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരി വർക്കിൻ്റെ കാര്യങ്ങൾക്കും പിന്നെ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറിയുടെ കാര്യങ്ങൾക്കായിട്ടൊക്കെ നമുക്ക് ഈ ഒരു നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ വാട്സാപ്പിലോ പറഞ്ഞു തരാം കേട്ടോ. ഇതാ കണ്ടോ, ഇപ്പം ഞാനിവിടെ 2 ലെയർ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആ ഒരു ഫ്ലവേഴ്സും സ്റ്റെമ്മും ലീഫും ഒക്കെയാണ് നമുക്കിത് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് അതൊന്ന് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അവിടെ നമ്മളെങ്ങനെയാണ് ഓരോ കട്ട് ബീഡ്സായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ഓരോ കട്ട് ബീഡ്സായിട്ട് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നോക്ക്, ഇനി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഫ്ലവറാണ്. അപ്പോൾ ഫ്ലവർ നമുക്കിനി ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ആദ്യം ഷുഗർ ബീഡ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ ആ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഞാൻ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ളതിന് ഞാൻ ഈ ഒരു ഷേപ്പിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ അതിൻ്റെ നീളത്തിൽ ഒരു 5-8 ബീഡ്സ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം തൊട്ടടുത്തായിട്ട് വീണ്ടും ഒരു 3-4 ബീഡ്സുകൾ എടുത്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക.
2 3 ബീഡ്സുകൾ ഇങ്ങനെ തന്നെ വലുതിൽ നിന്നും ചെറുതിലേക്ക് എന്നുള്ള രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തൊട്ടിപ്പുറത്തായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇങ്ങനെ തന്നെ ചെയ്തു പോവല്ലേ, നമുക്കിന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം. ലോക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബീഡ്സ് നമ്മുടെ ഫ്രെയിമിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ലൂസായിട്ട് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യേണ്ടത്, നമ്മൾ അത്യാവശ്യം നമ്മൾ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം മതി. ഇതേപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ഇരുന്നോളും. പിന്നെ നമുക്ക് ഫ്രെയിമിൽ നിന്ന് മാറ്റിയാലും നമ്മുടെ ഈ ഒരു ബീഡ്സൊന്നും പോരത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ളത് കട്ട് ബീഡ്സ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫും കൂടെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് 3 4 കട്ട് ബീഡ്സ് എടുക്കുക. കട്ട് ബീഡ്സ് എടുത്തിട്ട് ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ആ ഒരു സൈഡിലേക്ക് ഞാൻ ആക്കി. ഇനി അടുത്തത് ചെയ്യുമ്പോൾ കുറച്ച് ടോപ്പിൽ നിന്ന് എടുക്കുക. അത് 4 കട്ട് ബീഡ്സ് എടുക്കുക. എന്നിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു 3 ലെയറായിട്ട് നമുക്ക് ഈ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലായിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാവേ. വളരെ ഈസിയുള്ള ഒരു രണ്ട് തരം ബീഡ്സുകൾ മാത്രം മതി നമുക്ക് ഈ ഒരു സാരി ഡിസൈൻ ചെയ്യാനായിട്ട്. കണ്ടോ, നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിനി എന്താ, നമ്മൾ മുകളിൽ 2 ലെയർ ബീഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റെം ചെയ്ത് കൊടുത്തു, ലീഫ് ചെയ്ത് കൊടുത്തു, ഫ്ലവറും ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളിനിയും ഈ ഒരു ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു 3 ബീഡ്സുകൾ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡിങ് പോലെ, അതായത് നമ്മൾ ഈ സാരി വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും അവസാനം ഈ ഒരു സാരിയുടെ ഡിസൈൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട് കുറച്ച് ബീഡ്സുകൾ ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3 ബീഡ്സുകൾ യൂസ് ചെയ്തിട്ട് ഇതേപോലെ സ്പ്രെഡിങ് ആണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഒരു വർക്കെല്ലാം ചെയ്ത് കൊടുത്തിട്ട് മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഡിസൈനൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ മറക്കാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്